ഇന്ന് പഞ്ച് ബ്രേക്കിൽ നമ്മൾ നല്ല ഉണ്ടച്ചേമ്പ് തേങ്ങ അരച്ച കറിയാണ് കാണിക്കാൻ പോകുന്നത്. ചോറിന് നല്ല കറിയാണ്. ഇതും മീൻചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ചേമ്പ് ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ രണ്ടാക്കി മുറിച്ച് വെച്ചേക്കാണ്. ഇനി അതിന് വേണ്ടി അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളേ. പിന്നെ മീൻപുളി ഇല്ലേ, മീൻപുളിയുടെ ഒരു കൊച്ചു കഷ്ണം അതിന് രണ്ടായിട്ട് മുറിച്ചത് കൊച്ചു കഷ്ണം എടുത്തിട്ടുള്ളേ. ഇത് ചേമ്പിൻ്റെ കൂടെ ഒന്ന് പുഴുങ്ങും. നമ്മൾ വേവിക്കുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ ഒന്ന് ഇട്ടേക്കും പ്രഷർ കുക്കറിൽ. ഇനി അരയ്ക്കാനായിട്ട് ഇവിടെ വെള്ളമുളകുണ്ട്, ഇതെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 2 പച്ചമുളക്, പിന്നെ 4-5 വെളുത്തുള്ളി, കരിയാപ്പില അരപ്പിന് കേട്ടോ. അപ്പം നമുക്ക് പ്രഷർ കുക്കറിൽ ചേമ്പിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് തീ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേന് ചേമ്പ് വേവും. അധികം വേവൊന്നും ഇല്ലാത്ത ചേമ്പാണേ, കുഞ്ഞു ചേമ്പല്ലേ. അപ്പം നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പം പ്രഷർ കുക്കർ തുറന്നു. വേണ്ടിയവർക്ക് അത് ചേമ്പ് വേണമെങ്കിൽ ഉടച്ചെടുക്കാം, കുറച്ച് വേണമെങ്കിൽ ഉടച്ചെടുക്കാം, കുറച്ച് കഷ്ണങ്ങളായിട്ട് വെക്കാം, അല്ലെങ്കിൽ മുഴുവൻ വേണമെങ്കിൽ ഉടച്ചെടുക്കാം. നമ്മൾ ഇച്ചിരി മഞ്ഞളിട്ടു, ഉപ്പ് പൊടി ആവശ്യത്തിനിട്ടു. ഇനി അരപ്പ് നമ്മളെല്ലാം അടിച്ചു വെച്ചത് അങ്ങോട്ട് ചേർക്കുകയാണ്. ചേമ്പ് തിളപ്പിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അത് ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് തീ കുറച്ചിട്ടതാണ്. ഇച്ചിരി അരപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കറിക്ക് വേണ്ടിയ ചാറ് വേണമല്ലോ, അതുകൊണ്ട് ആദ്യം ചേമ്പ് പുഴുങ്ങാൻ നേരത്ത് ഒരിച്ചിരി നമ്മൾ ചേർത്തു. പിന്നെ അരപ്പിന്റെ കൂടെ ആവശ്യത്തിന് ചാറ് ആക്കുക. അരപ്പിട്ടതിന് ശേഷം ഇത് വെട്ടിത്തിളക്കണ്ട, നല്ല ആവി വന്നാൽ മതിയേ. അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി പച്ചമണം മാറണം, നല്ലപോലെ പച്ചമണം പോകുന്നിടം വരെ ഇളക്കി ഉപ്പ് പരുവത്തിനാണോ നോക്കി ചേർത്തു. ഇനി നല്ല തിള വന്നത് കണ്ടോ, ചെറിയ തിള വന്നു. അപ്പം നമ്മൾ ഇളക്കി പച്ചച്ചവ് മാറിയോ എന്ന് നോക്കുക. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര, ചുവന്ന മുളക്, ഉള്ളി, കടുവറുക്കാനായിട്ട് കടുവറുത്തതെല്ലാം അതിലേക്ക് ചേർത്ത് എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഉണ്ടച്ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്.